ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ നിങ്ങൾക്കറിയാം, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഈ ചാപ്റ്ററിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ജസ്റ്റ് ഇവിടെ നോട്ട് ചെയ്യാം. ഒന്നാമതായിട്ട് പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ചേഞ്ചിനെയാണല്ലോ നമ്മൾ മോഷൻ എന്ന് പറയുക. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ദെൻ ഡിസ്റ്റൻസ് പാത്ത് ലെങ്ത് എന്നും പറയാം. ദെൻ ഡിസ്റ്റൻസ് ബൈ ടൈം, അതാണ് സ്പീഡ്. അപ്പൊ സ്പീഡിനകത്ത് ആവറേജ് സ്പീഡ്. ദെൻ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം, അതിനെ പൊസിഷനിലെ ചേഞ്ച് ബൈ ടൈം, അതിനെയാണ് ആവറേജ് വെലോസിറ്റി എന്ന് പറയും. ആവറേജ് വെലോസിറ്റി നമ്മളിതൊക്കെ ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്പീഡ് അറ്റ് എനി ഇൻസ്റ്റന്റ്, അതുപോലെ വെലോസിറ്റി അറ്റ് എനി ഇൻസ്റ്റന്റ്, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, അതുപോലെ തന്നെ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. ഞാൻ വെറും വി എന്ന് എഴുതാം, അല്ലെങ്കിൽ വെറും സ്പീഡ് എന്ന് എഴുതാം. അത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, അതുപോലെ തന്നെ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് യൂണിഫോം മോഷൻ എന്നുള്ളത്. യൂണിഫോം മോഷൻ, ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തത്. നോക്കുക, ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ്. നോക്കുക, പൊസിഷനിലെ ചേഞ്ച് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ടേമാണ്. പൊസിഷന്, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, ഇതിൽ നമ്മൾ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റി, ഇതിനകത്ത് 2 ക്ലാസ് എടുത്തിട്ടുണ്ട്. ദെൻ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്, അതിലും നമ്മൾ 2 ക്ലാസ് എടുത്തിട്ടുണ്ട്. യൂണിഫോം മോഷൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഏറ്റവും അവസാനം പറഞ്ഞ ടോപ്പിക്കാണ്. സോ ഇനി ഇതിന്റെ ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നോക്കാം, കാണാത്തവര് പഴയ വീഡിയോസൊക്കെ കാണുക, ടോപ്പിക്സ് ശരിക്കും പഠിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, സോ നമ്മുടെ ടോപ്പിക്ക് യൂണിഫോം മോഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് അല്പം സംസാരിച്ചിട്ടുണ്ട്. യൂണിഫോം മോഷൻ എന്താണ് യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ദ മോഷൻ ഇൻ വിച്ച് വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, സോ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയ മോഷനെ യൂണിഫോം മോഷൻ എന്ന് വിളിക്കും. ഉദാഹരണത്തിന് v = 5 മീറ്റർ പെർ സെക്കൻഡ്, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ഇത് യൂണിഫോം മോഷൻ ആണ്. x = 3t - 1, x = 3t - 1, അവിടെ എവിടെ വെലോസിറ്റി? ഫസ്റ്റ് ഡിഫറൻസിയേഷൻ കാണണം, v = 3 എന്ന് കിട്ടും. ഇനി ഞാൻ പറയേണ്ടതില്ല, ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡിഫറൻസിയേഷൻ ബേസിക് റൂൾ, നിങ്ങൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ വേറെ കുറെ എക്സാമ്പിൾസ് തരാം. t⁻1 ആയിട്ട് വരുന്ന ഏത് എക്സ് പൊസിഷൻ, ടിയുടെ ⁻1 ആയിട്ട് വരുന്ന ഏത് ഫംഗ്ഷനിലും വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അത്തരം മോഷനാണ് യൂണിഫോം മോഷൻ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഇക്വേഷൻ ഓഫ് യൂണിഫോം മോഷൻ. ഇക്വേഷൻ ഓഫ് യൂണിഫോം മോഷൻ. ഇക്വേഷൻ ഓഫ് യൂണിഫോം മോഷൻ. യൂണിഫോം മോഷനിൽ എന്താണ് ഇക്വേഷൻ? അതിൻ്റെ സമവാക്യം നോക്കൂ. യൂണിഫോം മോഷനിൽ ഒരേ ഒരു ഇക്വേഷനേ ഉള്ളൂ. അതേസമയം അടുത്ത ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന, അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്ന യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനിൽ നമുക്ക് 4 അടിപൊളി ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ഇക്വേഷനേ ഉള്ളൂ. ആരും സങ്കടപ്പെടരുത്, നമുക്കതിൻ്റെ കുറവ് അടുത്ത ടോപ്പിക്കിൽ നികത്താം. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടുത്തെ ഇക്വേഷൻ നോക്കാം. എല്ലാവർക്കും അറിയാം, യൂണിഫോം മോഷൻ എന്ന് പറയുന്നത് ദ മോഷൻ ഇൻ വിച്ച് വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഈ മോഷന്റെ ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ കോൺസ്റ്റന്റ് വെലോസിറ്റി തന്നെയാണോ കിട്ടുക? അതായത് നിങ്ങൾക്ക് 5 സബ്ജക്ട്സിൽ ഒരേ മാർക്കാണ്, 5 സബ്ജക്റ്റിലും ഒരേ മാർക്കാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് എല്ലാ സബ്ജക്റ്റിലും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ആവറേജ് മാർക്ക് ആ കോൺസ്റ്റന്റ് വാല്യൂ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് 50 മാർക്ക് കിട്ടി, 5 സബ്ജക്റ്റിൽ 50 മാർക്ക് കിട്ടി. സോ നിങ്ങളുടെ ആവറേജ് എന്ന് പറയുന്നത് 50 തന്നെയായിരിക്കും.
ഓക്കെ, അപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2t പ്ലസ് 1. ഈ മോഷൻ യൂണിഫോം മോഷൻ ആണെന്നുള്ളതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല. ഇതിൻ്റെ വെലോസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 എന്നാണ് കിട്ടുക. ഓക്കെ, ഇനി ഞാനിവിടെ വാട്ട് ഈസ് ദ ആവറേജ് വെലോസിറ്റി ബിറ്റ്വീൻ 1 സെക്കൻഡ് ആൻഡ് 3 സെക്കൻഡ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. 1 സെക്കൻഡിനും 3 സെക്കൻഡിനും ഇടയിൽ ഇതിൻ്റെ ആവറേജ് വെലോസിറ്റി എന്താണ് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ബൈ ഡെൽറ്റ ടി. ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ബൈ ഡെൽറ്റ ടി. ഫൈനൽ പൊസിഷൻ ചെക്ക് ചെയ്യാൻ പോവാണ്. ഫൈനൽ ടൈം 3 സെക്കൻഡ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 × 3 6 പ്ലസ് 1 7. പൊസിഷന്റെ ഈക്വേഷനിൽ ഫൈനൽ ടൈം 3, 2 × 3 6 പ്ലസ് 1 7 മൈനസ് ഇനീഷ്യൽ പൊസിഷന്റെ ഈക്വേഷനിൽ ഇനീഷ്യൽ ടൈം 1. ഇവിടെ ഞാൻ തന്ന ഡ്യൂറേഷന്റെ ഇനീഷ്യൽ ടൈം 1 ആണ്. 2 × 1 ദാറ്റ് ഈസ് 2 പ്ലസ് 1 ദാറ്റ് ഈസ് 3 ഡിവൈഡഡ് ബൈ ഡ്യൂറേഷൻ 1 സെക്കൻഡ് ടു 3 സെക്കൻഡ് ഡ്യൂറേഷൻ ഡെൽറ്റ ടി 1 സെക്കൻഡ് മുതൽ 3 സെക്കൻഡ് വരെയുള്ള ഡ്യൂറേഷൻ 2 സെക്കൻഡ്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് തന്നെ കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായോ? നോക്കൂ, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി 2, ആവറേജ് വെലോസിറ്റി 2. ഇനി നമുക്ക് ഈ ഡ്യൂറേഷൻ വേറെ ഏതൊരു 5 സെക്കൻഡ് ടു 10 സെക്കൻഡ് ഡ്യൂറേഷൻ മാറ്റി. അപ്പോൾ പൊസിഷൻസിലെ ചേഞ്ച് മാറും, അതുപോലെ ഡ്യൂറേഷനും മാറും. ഇത് ഞാൻ അപ്പോൾ എന്താ വരിക? 10 സെക്കൻഡ് 2 × 10 20 പ്ലസ് 1 ദിസ് ഈസ് 21. 21. ഓക്കെ, ഇനി ഇനീഷ്യൽ ടൈം 5 സെക്കൻഡ് 2 × 5 10 plus 1 11. 21 minus 11 divided by duration 5 second to 10 second. What is the duration? 5. 21 minus 11 that is 10. 10 divided by 5 is again 2. So നമ്മൾ ഇവിടെ ഏത് ഡ്യൂറേഷൻ കൊടുത്താലും ഈ ഒരു പർട്ടിക്കുലർ മോഷന്റെ ആവറേജ് വെലോസിറ്റി 2 തന്നെ കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. എന്താണ് പറഞ്ഞത് നിങ്ങൾക്കറിയോ? യൂണിഫോം മോഷന്റെ ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും സെയിം ആയിരിക്കും. ഒന്നുകൂടെ പറഞ്ഞത്, യൂണിഫോം മോഷന്റെ ആവറേജ് വെലോസിറ്റി ആൻഡ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി വിൽ ബി സെയിം. സോ അത് ഒരു പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്യുക. ഇൻ a uniform motion the average will be equal to instantaneous velocity. അത് വേർഡ്സിൽ വേണമെങ്കിലും എഴുതാം. Average velocity will be equal to instantaneous velocity. In what type of motion? Uniform motionൽ മാത്രമേ ഇത് ബാധകമാവുള്ളൂ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ആവറേജ് വെലോസിറ്റി നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഓഹോ, then instantaneous velocity ഈക്വൽ ആയിരിക്കും. ആവറേജ് വെലോസിറ്റി ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്തിന് ഈക്വൽ ആയിരിക്കും? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. ശരി, ഡെൽറ്റ എക്സ് എന്നുള്ളതിന് ഞാൻ സപ്പോസ് എസ് എന്നുള്ള ലെറ്റർ കൊടുക്കാം. ഡെൽറ്റ ടി എന്നുള്ളതിന് t-0 അഥവാ ടി എന്നുള്ള ലെറ്ററും കൊടുക്കുക. എന്താ ഉദ്ദേശിച്ചത്? ഫസ്റ്റ് ടി സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് എസ് എന്നുള്ള തരത്തിൽ നമ്മൾ സിമ്പിൾ മാറ്റുകയാണ്. ഓക്കെ, ഫസ്റ്റ് ടി സെക്കൻഡ് അതാണല്ലോ 0 സെക്കൻഡ് ടു ടി സെക്കൻഡ്. ഫസ്റ്റ് ടി സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് ഹൗ മച്ച്? എസ് എന്ന് സിമ്പിൾ മാറ്റുകയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഡെൽറ്റ എക്സ് that is s divided by delta t is equal to v. Delta t is equal to t, then s by t is equal to v എന്നായിട്ട് ഇക്വേഷൻ മാറും. നിങ്ങൾക്ക് മനസ്സിലായോ? സോ ദിസ് ഈസ് ദ വെരി ഫേമസ് വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് s is equal to vt. S is equal to vt. This is the only equation in uniform motion. Displacement is equal to velocity into time. നിങ്ങൾക്ക് മനസ്സിലായില്ലേ കോൺസെപ്റ്റ്? V average is equal to V. V average in delta x by delta t is equal to V. Delta x ne symbol മാറ്റി S, delta t symbol മാറ്റി t. ഇനി സിമ്പിൾ മാറ്റാതെ തന്നെ ഇട്ടാലും ഒരു കുഴപ്പമില്ല. delta x equal to V into delta t എന്ന് കിട്ടും. അപ്പോൾ delta x is equal to V into delta t എന്ന് കിട്ടും. നോ പ്രോബ്ലം. എന്താ അപ്പോൾ അതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പം അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. പക്ഷെ പൊതുവെ പാണന്മാർ പാടി നടക്കുന്ന ഇക്വേഷൻ ഏതാണ്? S is equal to VT എന്നാണല്ലോ. അതിനെക്കുറിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ഡെൽറ്റ ടി ഇസ് ദ ഡ്യൂറേഷൻ. ആ ഡ്യൂറേഷനിൽ സംഭവിച്ച പൊസിഷണൽ ചേഞ്ച് ഡെൽറ്റ എക്സ്. പൊസിഷനിലെ ചേഞ്ചിന്റെ പേരാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഇക്വേഷൻ ഓഫ് യൂണിഫോം മോഷൻ
എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എസ് ഇസ് ഈക്വൽ ടു വി ടി, എസ് ഇസ് ഈക്വൽ ടു വി ടി. പാടരുത്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു പോയിന്റ് ഞാൻ ഡിസ്കസ് ചെയ്യാം. നോക്കുക, നമ്മൾ എസ് ഇസ് ഈക്വൽ ടു വി ടി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, വി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എസ് പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ടി എ ആണ്. ഓക്കെ, ഒരു യൂണിഫോം മോഷനിൽ 0 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേസ്മെന്റും 5 സെക്കൻഡ് മുതൽ 10 സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേസ്മെന്റും സെയിം ആണോ? സെയിം അല്ലേ? ഒരു യൂണിഫോം മോഷനിൽ എസ് ഇസ് ഈക്വൽ ടു വി ടി. ആ യൂണിഫോം മോഷന്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പിന്നെ എസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ടൈമിനെ മാത്രമാണ്. അപ്പോൾ 0 സെക്കൻഡ് 5 സെക്കൻഡ് എത്ര ടൈമുണ്ട്? 5 സെക്കൻഡ്. 5 സെക്കൻഡ് മുതൽ 10 സെക്കൻഡ് വരെ എത്ര സമയമുണ്ട്? അത് വീണ്ടും 5 സെക്കൻഡ്. സോ 5 സെക്കൻഡ് എന്ന് പറയുന്ന ഡ്യൂറേഷനിലെ ഡിസ്പ്ലേസ്മെന്റ് സെയിം ആയിരിക്കും എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് യെസ് ഫ്രം 0 സെക്കൻഡ് ടു 5 സെക്കൻഡും യെസ് ഫ്രം 5 സെക്കൻഡ് ടു 10 സെക്കൻഡും യെസ് ഫ്രം 50 സെക്കൻഡ് ടു 55 സെക്കൻഡും യെസ് ഫ്രം എനി ടൈം 8 സെക്കൻഡ് ടു 13 സെക്കൻഡും മീൻസ് ആ ടൈം ഇന്റർവെൽ എന്തായിരിക്കണം? 5 സെക്കൻഡ് ആണെങ്കിൽ അത് സെയിം ആയിരിക്കും. ഇനി 5 സെക്കൻഡ് ഇന്റർവെൽ ഡിസ്പ്ലേസ്മെന്റ് മാത്രമാണോ സെയിം ആവുക? അല്ല. ആദ്യത്തെ 2 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റും 8ാമത്തെ 2 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റും 100 സെക്കൻഡ് മുതൽ 102 സെക്കൻഡ് വരെയുള്ള 2 സെക്കൻഡിന്റെ ഡിസ്പ്ലേസ്മെന്റും സെയിം ആയിരിക്കും. അതായത് എന്തായി പറഞ്ഞതിന്റെ അർത്ഥം? ദ ബോഡി ഡിസ്പ്ലേസസ് ഈക്വലി ഇൻ ഈക്വൽ ടൈം ഇന്റർവെൽ. ഇൻ വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ? യൂണിഫോം മോഷൻ. ഓക്കെ, ആദ്യത്തെ 5 സെക്കൻഡ് 100 മീറ്റർ ആണെങ്കിൽ അടുത്ത 5 സെക്കൻഡിലും 100 മീറ്റർ ആയിരിക്കും. ഓക്കെ, an object travels 50 meter in 10 seconds. 50 meter in 10 seconds. How much it travels from 20 second to 30 second? ഒരു ചോദ്യം ചോദിക്കാം. 50 meter in 10 second ആണെങ്കിൽ എല്ലാ 10 സെക്കൻഡിലും ഇത് 50 മീറ്റർ തന്നെ ട്രാവൽ ചെയ്യാം. Then how much it travels from 20 second to 30 second? Again നമ്മുടെ ആൻസർ എന്താണ്? 50 meter. സിമ്പിൾ. സോ ആ ഒരു ഐഡിയ ഇവിടെ വേർഡ്സിൽ എഴുതുകയാണ്. S is equal to Vt, that is this S directly proportional to T. If time interval is same, if time interval is same, then S also will be same. Time interval same ആണെങ്കിൽ എസ്സും സെയിം ആയിരിക്കും എന്ന ഈ തത്വം നമ്മൾ മനസ്സിലാക്കുക. ഏത് തരം മോഷനിൽ? യൂണിഫോം മോഷനിൽ. അതായത് അത് വേർഡ്സിൽ പറയുകയാണെങ്കിൽ ഒന്നുകൂടെ പറയാം. വേർഡ്സിൽ ഇങ്ങനെ എഴുതാം. The body displaces equally in a equal time interval. ഈക്വൽ ടൈം ഇന്റർവെല്ലിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും എന്നും കൂടെ എഴുതാം. യൂണിഫോം മോഷന്റെ കാര്യങ്ങളാണ് നമ്മൾ സംവദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാ കുട്ടികളും മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. An object travels 20 meter in 10 seconds. 20 meter in 10 seconds. Uniformly, an object travels 20 meter in 10 seconds uniformly. Okay, how much it travels from? From 5 second to 15 second. ഇതൊരു ക്വസ്റ്റ്യനാണ്. 5 second to 15 സെക്കൻഡിൽ എത്ര സമയമുണ്ട്? 10 സെക്കൻഡ്. 10 സെക്കൻഡിൽ എത്രയാണ്? 20 meter. So the answer is 20 meter. Then how much it travels from? വേറെ ക്വസ്റ്റ്യൻ. 20 second to 40 second. ഇത് വേറെ ചോദ്യമാണ് ഇതിൽ തന്നെ. How much it travels from 20 second to 40 second? 20 second to 40 second എത്ര സമയമുണ്ട്? 20 സെക്കൻഡ്. 10 സെക്കൻഡിൽ എത്ര മീറ്റർ ആണ്? 20 മീറ്റർ. അപ്പൊ 20 സെക്കൻഡിൽ എത്ര മീറ്റർ ആയിരിക്കും? 40 മീറ്റർ. സോ ഇതിന്റെ ആൻസർ 40 മീറ്റർ ആണ്. ഓഹോ, ഇതിന്റെ ആൻസർ 20 മീറ്റർ ആണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ദിസ് ഈസ് ദ കേസ് ഓഫ് യൂണിഫോം മോഷൻ. ദിസ് ഇസ് ദ ഇക്വേഷൻ ഓഫ് യൂണിഫോം മോഷൻ. ഓക്കെ, ദ ബോഡി ട്രാവൽസ് ഈക്വലി ഇൻ ഈക്വൽ ടൈം ഇന്റർവെൽ. ഓക്കെ, എല്ലാ കുട്ടികൾക്കും മനസ്സിലായിട്ടുണ്ടാവും. തൽക്കാലം ഈ ഒരു ക്ലാസ് ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്.
അടുത്ത ക്ലാസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. ആക്സിലറേറ്റഡ് മോഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ, അതിൻ്റെ ഇക്വേഷൻസുകൾ ചർച്ച ചെയ്യും. ഓക്കെ, ഒരുപാട് ടോപ്പിക്സ് വരാനുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇത് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഒരു അടിപൊളി ഡേ ആശംസിക്കുന്നു. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.